വാർത്തകൾ വിശദമായി നോക്കാം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച് ഗവർണർ. അന്വേഷണ ചുമതല ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിന്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുകയാണ് ഗവർണർ. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ ഇടപെട്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെയാണ് ഇപ്പോൾ ഗവർണർ നിയോഗിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. മുൻ വയനാട് ഡിവൈഎസ്പി വി.ജി. കുഞ്ഞിനെ കൂടി അന്വേഷണത്തിന് സഹായിയായി നിയമിച്ചിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. വി.സിയുടെയും അതുപോലെ തന്നെ ഡീനിന്റെയും വീഴ്ചകളും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷന്റെ പ്രവർത്തന ചെലവ് സർവകലാശാല അക്കൗണ്ടിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ സർവകലാശാല ചട്ടം അനുസരിച്ചാണ് ഗവർണറുടെ ഇപ്പോഴത്തെ ഈ ഇടപെടൽ. CBI അന്വേഷണത്തിൽ അന്തിമ തീരുമാനം വരും മുമ്പാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചുള്ള അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖകളടക്കം ഡൽഹിയിൽ കൊണ്ടുപോയി DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ നൽകേണ്ടതായിരുന്നു. 17 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ രേഖകൾ CBIക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് ആഭ്യന്തര വകുപ്പിന്റെ തന്നെ വലിയ രീതിയിലുള്ള വീഴ്ചയ്ക്ക് കൂടി കാരണമായി എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കുകയാണ് ഇപ്പോൾ കേസിൽ. സംഭവത്തിൽ ഗവർണർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. ഗവർണറുടെ ഈ ഇടപെടൽ സർവകലാശാല ചട്ടം അനുസരിച്ച് ഉള്ളത് തന്നെയാണ്. എന്തായാലും ഈ CBI അന്വേഷണത്തിന്റെ ഒരു അന്തിമ തീരുമാനം വരും മുമ്പെയാണ് ഗവർണർ ഇത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആതിര. ശരി, സൂര്യഗായത്രിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവ